1. പാപമോചനവും ഹൃദയവിശുദ്ധിയും. ദൈവമേ, അങ്ങയുടെ കരുണയ്ക്കനുസൃതമായി എന്നോട് കൃപയുണ്ടാകണമേ. എന്റെ ലംഘനങ്ങളെ അങ്ങയുടെ ദയാധിക്യത്താൽ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യം നീക്കി എന്നെ നന്നായി കഴുകി എന്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലുണ്ട്. എന്നെ ഹിമത്തേക്കാൾ വെളുപ്പിക്കണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ളൊരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. 2. രക്ഷയുടെ സന്തോഷം. കർത്താവേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ നൽകണമേ. സന്നദ്ധതയുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ ലംഘനക്കാരെ അങ്ങയുടെ വഴി പഠിപ്പിക്കുകയും പാപികൾ അങ്ങയെങ്കിലേക്ക് മനംതിരികയും ചെയ്യും. എന്റെ നാവ് അങ്ങയുടെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3. ദൈവത്തിന്റെ കാരുണ്യത്തിലുള്ള ആശ്രയം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അവിടുന്ന് ഇത് പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ അങ്ങയെ എന്നേക്കും സ്തുതിക്കും. അങ്ങയുടെ നാമം നല്ലതാകയാൽ അങ്ങയുടെ ഭക്തന്മാരുടെ മുൻപിൽ ഞാൻ അതിനായി കാത്തിരിക്കും. എന്റെ ജീവിതത്തിൽ തിന്മയുടെ ശക്തികൾ ഉയരുമ്പോൾ അങ്ങയുടെ ചിറകിൻ കീഴിൽ എനിക്ക് അഭയം നൽകണമേ. മനുഷ്യർ എനിക്കെതിരെ നിൽക്കുമ്പോഴും ദൈവമായ അവിടുന്ന് എന്റെ സഹായമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. 4. വിവേകവും ദൈവഭയവും. ദൈവമില്ലെന്ന് ഹൃദയത്തിൽ പറയുന്ന മൂഢതയിൽ നിന്ന് എന്നെ കാക്കണമേ. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകിയുണ്ടോ എന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുവല്ലോ. എന്റെ ജീവിതം അങ്ങയുടെ മുൻപിൽ കുറ്റമറ്റതാകാൻ എന്നെ സഹായിക്കണമേ. സകലരും വഴിതെറ്റിപ്പോകുന്ന ഈ ലോകത്തിൽ അങ്ങയെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്റെ പ്രവൃത്തികൾ അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. 5. കഷ്ടതകളിൽ നിന്നുള്ള വിടുതൽ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വായുടെ വാക്കുകൾക്ക് ചെവി ചായ്ക്കണമേ. അന്യമായ ചിന്തകളും ശക്തികളും എനിക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ ദൈവമായ അവിടുന്ന് എന്റെ തുണയായിരിക്കണമേ. കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരുടെ കൂടെയുണ്ട്. സകല കഷ്ടതകളിൽ നിന്നും അവിടുന്ന് എന്നെ വിടുവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 6. ആത്മീയ പോരാട്ടത്തിലെ ധൈര്യം. ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ. ശത്രുവിന്റെ ശബ്ദം നിമിത്തവും ദുഷ്ടന്റെ പീഡനം നിമിത്തവും ഞാൻ വ്യാകുലപ്പെടുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനിക്കുന്നു. മരണഭീതി എന്റെ മേൽ വീണിരിക്കുന്നു. എങ്കിലും ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവ എന്നെ രക്ഷിക്കും. പ്രാവൻ നൗണിനെപ്പോലെ ചിറകുകളുണ്ടെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. എന്നാൽ അങ്ങയുടെ സന്നിധിയിലാണ് എന്റെ യഥാർത്ഥ വിശ്രമം. 7. ഭാരങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്റെ ഉത്കണ്ഠകളും ഭയങ്ങളും ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വഞ്ചനയും രക്തപാതകവും ഉള്ളവരുടെ ഇടയിൽ ഞാൻ അകപ്പെടാതെ അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. സന്ധ്യാസമയത്തും പ്രഭാതത്തിലും ഉച്ചയ്ക്കും ഞാൻ അങ്ങയോട് പരാതിപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യും. അവിടുന്ന് എന്റെ ശബ്ദം കേൾക്കണമേ. 8. മരണഭയത്തിൽ നിന്നുള്ള മോചനം. എന്റെ ശത്രുക്കൾ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. എങ്കിലും ഞാൻ ഭയപ്പെടുന്ന നാളിൽ അങ്ങയിൽ ആശ്രയിക്കും. ദൈവത്തിന്റെ വചനത്തെ ഞാൻ പുകഴ്ത്തുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്റെ അലച്ചിലുകളെ അവിടുന്ന് എണ്ണുന്നുവല്ലോ. എന്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിലാക്കി വെക്കണമേ. അവ അങ്ങയുടെ പുസ്തകത്തിലില്ലയോ? 9. വെളിച്ചത്തിലേക്കുള്ള വഴി നടത്തൽ. മരണത്തിൽ നിന്ന് എന്റെ പ്രാണനെയും വീഴ്ചയിൽ നിന്ന് എന്റെ കാലുകളെയും അവിടുന്ന് രക്ഷിച്ചുവല്ലോ. ജീവനുള്ളവരുടെ വെളിച്ചത്തിൽ ഞാൻ ദൈവത്തിന്റെ മുൻപാകെ നടക്കേണ്ടതിന് എന്നെ സഹായിക്കണമേ. എനിക്കെതിരെ കെണികൾ ഒരുക്കുന്നവരുടെ കൈകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുന്നതുകൊണ്ട് എന്റെ ശത്രുക്കൾ പിന്മാറുമെന്ന് ഞാൻ അറിയുന്നു. ദൈവം എന്റെ പക്ഷത്തുണ്ടെന്ന് ഇതിനാൽ ഞാൻ ഗ്രഹിക്കുന്നു. 10. സ്തോത്രയാഗങ്ങളും സമർപ്പണവും. ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ എന്റെ മേലിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. അവിടുന്ന് എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായും ഞാൻ നന്ദി പറയുന്നു. എന്റെ സംസാരവും ചിന്തകളും പ്രവൃത്തികളും അങ്ങയുടെ മഹത്വത്തിനായിരിക്കട്ടെ. അങ്ങയുടെ സത്യത്തിലും സ്നേഹത്തിലും എന്നെ എന്നേക്കും വഴി നടത്തണമേ.